നേരത്തെ ചെയ്തിട്ടുള്ള ഫെഡറൽ ബാങ്കിൻ്റെ വീഡിയോയുടെ ഒരു അപ്ഡേറ്റിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. കാര്യം പലതരത്തിലുള്ള കംപ്ലയിൻസ് ഒക്കെ പലതരത്തിൽ നമുക്ക് പലരും ആ വീഡിയോയുടെ താഴെ അവർക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ഡിഫിക്കൽട്ടീസിനെ പറ്റിയും കാര്യങ്ങളെ പറ്റിയൊക്കെ അവർ പറയുന്നുണ്ടായിട്ടുണ്ട്. വളരെ കുറച്ച് പേര് വളരെ നല്ല സർവീസാണ് ഫെഡറൽ ബാങ്ക് എന്ന് പറയുന്ന കുറച്ച് ചിത്രങ്ങൾ നമുക്കുണ്ട്. പക്ഷെ അത് വിരലിൽ എണ്ണാവുന്ന പേരേ ഉള്ളൂ. ഒരു 200-ലധികം കമൻറ്റുകൾ വന്നതിൽ 150 കമൻറ്റെങ്കിലും തീർച്ചയായിട്ടും ഫെഡറൽ ബാങ്കിൻ്റെ സേവനങ്ങൾ അത്ര പോരാ എന്നുള്ളത് തന്നെയാണ്. ഇത് കണ്ടിട്ടെങ്കിലും അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിട്ടെങ്കിലും ഏതെങ്കിലും തരത്തിലൊക്കെ സ്റ്റാഫുകൾ അവരുടെ ആറ്റിറ്റ്യൂഡ് മാറും. ഒരു കമ്പനിയും അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റും സ്ഥാപനങ്ങളൊന്നും ഈ പറയുന്ന പോലെ അവരൊരിക്കലും അവരുടെ സർവീസ് മോശമാവാൻ വേണ്ടി മനഃപൂർവ്വം ഒന്നും ചെയ്യില്ല. പക്ഷേ അവിടെയുള്ള സ്റ്റാഫുകളുടെ ആറ്റിറ്റ്യൂഡും മറ്റുമൊക്കെയാണ് ഇത്തരത്തിൽ കാര്യങ്ങളെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടത് ഒരു ഏകോപനമാണ് അല്ലേ. അപ്പോൾ ഈ പറയുന്ന ഇത് ഏകോപിപ്പിക്കുന്ന കോർഡിനേറ്റർമാരുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഇതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗത്തു നിന്ന് കുറച്ചും കൂടെ ഒരു നല്ല ഒരു എന്താ പറയുക ഒരു അപ്രോച്ച് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സംഭവങ്ങളൊക്കെ ഈ സേവനങ്ങളൊക്കെ ഇത്തരത്തിലുള്ള ബാങ്കിങ് സേവനങ്ങളാവട്ടെ ഇനി മറ്റെന്ത് സേവനങ്ങളാവട്ടെ എല്ലാം ഇതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗത്തു നിന്ന് കാര്യമായ ഇടപെടലുകൾ ഉണ്ടാകുമ്പോഴാണ് നന്നാവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു എളിയ ശ്രമമായിട്ട് മാത്രം ഇതിനെ കണ്ടാൽ മതി. ഓക്കെ. പിന്നെ എനിക്ക് സംഭവിച്ചത് യഥാർത്ഥത്തിൽ ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാലം നമ്മൾ ഡെഡായി കിടന്ന ഒരു അക്കൗണ്ട് റീ ഓപ്പൺ ചെയ്യുകയും അതിന് വേണ്ടി വന്ന സമയമൊക്കെയാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള അത്തരം കാര്യങ്ങളാണ്. ഒരു മാസം എടുത്തു എനിക്കത് അപ്ഡേറ്റ് ചെയ്യാനായിട്ട്. അത്രയും സമയം എടുക്കുന്നതിൻ്റെ ആവശ്യം എന്താണ്? അത്രയും സമയം എടുക്കേണ്ട കാര്യമില്ല. 1-2 മെയിലുകളിൽ തീർക്കാവുന്ന പ്രശ്നം ഒരു 10 തവണയെങ്കിലും മെയിൽ ചെയ്യേണ്ട രൂപത്തിലേക്ക് എനിക്ക് കാര്യങ്ങൾ വേണ്ടി വന്നു. പിന്നെ നാട്ടിൽ ഇപ്പോൾ നമ്മുടെ പ്രവാസത്തിലാണെങ്കിലും നാട്ടിൽ ഇതേപോലെ നമ്മുടെ ആളുകളെ ബാങ്കിലേക്കും ബ്രാഞ്ചിലേക്കും അയച്ച് പല തവണ അവരുറങ്ങുന്ന സമയത്തും അവരുടെ ജോലി സമയത്തൊക്കെ അവരെ ബുദ്ധിമുട്ടിക്കേണ്ടിയും വന്നു എന്നുള്ളതാണ് ഇതിനകത്ത് വരുന്ന ഒരു വലിയ പ്രശ്നം, നമുക്ക് നേരിടേണ്ടി വന്ന പ്രശ്നം. അപ്പോൾ അത് ഏറെക്കുറെ ഒരു 1 മന്ത് എടുത്തു സോൾവ് ചെയ്യാനായിട്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ക്യാഷ് അയച്ചപ്പോഴും തീർച്ചയായിട്ടും ഡെഡായി കിടക്കുന്ന ഒരു അക്കൗണ്ടിന് പലതരത്തിലുള്ള പരിമിതികൾ കാണാം. ഒരു പക്ഷേ അതിനൊക്കെ സാങ്കേതികമായിട്ട് പലതും ഉണ്ടാകും. കാരണം ചില കമന്റുകൾ വന്ന പോലെ നമുക്ക് ഇതിന്റെ സാങ്കേതികതയൊന്നും അറിയില്ല. അപ്പോൾ അവരെ കണ്ണടച്ച് കുറ്റം പറയാനും പറ്റില്ല. എങ്കിൽ കൂടി സർവീസ് പലതരത്തിൽ ഇപ്പോൾ ബാങ്കിങ് രംഗത്തുണ്ടെങ്കിലും നമുക്ക് കുറേയൊക്കെ നല്ല പേര്, ആ പേര് കേട്ടതുകൊണ്ടാണ് 15-20 വർഷം മുമ്പ് നമ്മൾ പോലും ഇത്തരത്തിൽ ആ ഒരു ഫെഡറൽ ബാങ്കിനെ സമീപിക്കുന്നത്. പല ബാങ്കുകളുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. SBI ആവട്ടെ അല്ലെങ്കിൽ മറ്റ് സാധാരണ ഷെഡ്യൂൾഡ് ബാങ്കുകൾ ഇപ്പോൾ നമുക്ക് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളതെല്ലാം ഏറെക്കുറെ ഈ ഒരു റേഞ്ചിൽ ഒക്കെ തന്നെയാണ്. അല്ലാതെ കാര്യമായിട്ട് അതിനകത്ത് എന്താ പറയുക വളരെ വലിയ ഒരു സർവീസ് ഒന്നും ആരും തരുന്നില്ല എന്നുള്ളതാണ് സത്യം. എങ്കിലും തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ ഒരു ഫെഡറൽ ബാങ്കിനെ കാണുന്നു എന്നേ ഉള്ളൂ. നന്നാവണം എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് നമ്മുടെ വിമർശനങ്ങളൊക്കെ. അപ്പോൾ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. എന്തായാലും അതിൻ്റെ ഒരു അപ്ഡേഷൻ തരാൻ വേണ്ടി കൂടിയാണ് ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും പ്രവാസത്തിലേക്ക് നമ്മൾ വീണ്ടും തിരിച്ച് കുറേ കാലത്തിന് ശേഷം വരികയും ഇവിടെ നിന്ന് ക്യാഷ് അയക്കാൻ ലീഗലി നമുക്ക് അനുവദിച്ചിട്ടുള്ള മാർഗ്ഗങ്ങൾ ഉപയോഗിക്കേണ്ടി വരുമ്പോഴാണല്ലോ നമുക്ക് ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നത്. അല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ആളുകൾ ചെയ്യുന്നുണ്ട്. ആളുകൾ ഇത് പലതരത്തിൽ ബുദ്ധിമുട്ടുകൾ അവർക്ക് പിന്നീട് ഉണ്ടാക്കിയേക്കാം. അപ്പോൾ ഞാൻ ആ തരത്തിൽ എന്താ പറയുക ലീഗലായിട്ട് മൂവ് ചെയ്യുകയും ഈ സംഗതി നമ്മൾ അപ്ഡേറ്റ് ചെയ്യുകയും ഇപ്പോൾ ഈ 1 മന്ത് കൊണ്ട് നമുക്കത് ഓക്കെ ആയി കിട്ടി. അത്രയും സമയം എടുക്കേണ്ടി ഇരുന്നില്ല എന്നുള്ള ഒരു ചെറിയ കാര്യം മാത്രമാണ് അവിടെ സംഭവിച്ചത്. വലിയ കാര്യമൊന്നുമല്ല. ഓക്കെ. എങ്കിൽ കൂടി പിന്നീട് ഇവിടെ നമ്മൾ ആ അക്കൗണ്ടിലേക്ക് ക്യാഷ് അയക്കാനും ആ ഒരു ബാങ്കിങ് ആപ്പ് ഇവിടെ നമുക്ക് ഫെഡ്ബുക്ക് എന്ന് പറയുന്ന ബാങ്കിങ് ആപ്പ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് അത് യൂസ് ചെയ്യാനൊക്കെ കുറേ സമയം അത് വേറെ എടുത്തു. സ്വാഭാവികമായിട്ടും നമ്മൾ ഇത്തരം കാര്യങ്ങളും അന്വേഷണങ്ങളുമായിട്ട് ചെല്ലുമ്പോൾ ബാങ്കിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് ആണ് യഥാർത്ഥത്തിൽ ഒരു ബാങ്കിന്റെ സേവനത്തിന്റെ റേറ്റിംഗ് തീരുമാനിക്കുന്നത്. അതാത് ബ്രാഞ്ചുകളിൽ ചില ബ്രാഞ്ചുകളിൽ സംഭവിക്കുന്നതാണ് ഇതൊക്കെ. എല്ലാ ബ്രാഞ്ചിലും ഇങ്ങനെയല്ല. ഫെഡറൽ ബാങ്കിന് ഇതിനേക്കാൾ നല്ല സേവനം ഉപഭോക്താക്കൾക്ക് നൽകാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. എന്തായാലും എൻ്റെ കാര്യം മാസങ്ങൾക്ക് ശേഷം റിസോൾവ് ചെയ്യപ്പെട്ടു എന്നുള്ള വിവരം കൂടി ഈ ഒരു വീഡിയോയുടെ അവസാനം നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഇവിടെ നിന്ന് ഇപ്പോൾ ഡെഡായി കിടക്കുന്ന ഒരു അക്കൗണ്ടിലേക്ക് ക്യാഷ് അയക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചില തടസ്സങ്ങൾ ഇതിന്റെ വഴികളിൽ ഉണ്ടാവും തോന്നുന്നു. അതിന്റെ ഭാഗമായിട്ട് ഒരു ഏറെ വന്നാൽ 6 മണിക്കൂർ കൊണ്ട് അപ്ഡേറ്റ് ആകും. നമ്മൾ ക്യാഷ് ഉടനെ അയച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ വെസ്റ്റേൺ യൂണിയൻ വഴിയാണ് ഞാൻ അയച്ചത്. അപ്പോൾ 6 മണിക്കൂർ കൊണ്ടെങ്കിലും പെട്ടെന്ന് അത് മിനിറ്റുകൾ കൊണ്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്ന രീതിയൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ നിന്ന് ഞാൻ കൊടുത്തിട്ടുള്ള ഫോൺ നമ്പറിൽ ഇപ്പോഴും ക്യാഷ് നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ട് പോലും ഒരു നോട്ടിഫിക്കേഷനോ മെസ്സേജോ വന്നിട്ടില്ല എന്നുള്ളതും പ്രശ്നമാണ്. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ നമ്മൾ സൂചിപ്പിച്ച് നേരത്തെ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അന്ന് ബാങ്കിൻ്റെ ഭാഗത്ത് നമ്മളോട് പറഞ്ഞത് ഫോൺ നമ്പർ ചേഞ്ച് ചെയ്യാനാണ്. എന്തുകൊണ്ട് ഈ ഫോൺ നമ്പർ അപ്ഡേറ്റ് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല എന്നുള്ളതിൻ്റെ കാരണമൊന്നും അവർ പറഞ്ഞില്ല. ബാങ്ക് പറയുമ്പോൾ നമുക്ക് ഫോൺ നമ്പർ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല. എന്തായാലും ബാങ്കിങ് സേവനങ്ങൾ ചിലപ്പോൾ നമുക്ക് നടത്താൻ കഴിയും എന്ന് തോന്നുന്നില്ല. കാരണം ഈ ഒരു അക്കൗണ്ട് ഉപേക്ഷിക്കാനുള്ള ഒരു മടി കൂടെ ഉണ്ട് എന്തായാലും ഇതിൻ്റെ കൂടെ. ഇനിയിപ്പോൾ ഭാവിയിൽ നമുക്ക് ആ ഒരു ഫോൺ നമ്പർ ചേഞ്ച് ചെയ്യുകയോ അല്ലെങ്കിൽ വീണ്ടും അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയോ ബാങ്കിനെ കൂടുതൽ എന്താ പറയുക ഈ തരത്തിൽ നമ്മൾ വീണ്ടും ഒന്നുകൂടെ നോട്ടിഫൈ ചെയ്യാനൊക്കെ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ നിലവിൽ നമുക്ക് ക്യാഷ് അയക്കാൻ പറ്റിയിട്ടുണ്ട് അക്കൗണ്ടിലേക്ക്. അപ്പോൾ അത് ഒരു 1.5 മാസത്തോളം നീണ്ട ഒരു പ്രോസസ്സ് ആയിപ്പോയി. ഒരിക്കലും ഒരു ബാങ്കിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു ഡിലേ ഉണ്ടാകാൻ പാടില്ലായിരുന്നു. പ്രത്യേകിച്ച്
NRIകൾക്ക്, കാരണം NRIകൾക്ക് ഈ തരത്തിൽ നേരിട്ട് പോകാനും മറ്റുമൊക്കെ ഒരുപാട് പരിമിതികൾ ഇതിനകത്ത് ഉള്ളത് കൊണ്ടും നേരിട്ട് വിവരങ്ങൾ കിട്ടുന്നതിനും മറ്റുള്ള പരിമിതികളൊക്കെ ഉള്ളത് കൊണ്ടും നമ്മൾ കൂടുതലും ബന്ധപ്പെടുന്ന മെയിലുകളിലൂടെയൊക്കെയാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ളതുകൊണ്ടും ഈ പ്രശ്നം താൽക്കാലികമായി അവസാനിച്ചിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും ബാങ്കിൽ നിന്നുള്ള OTPയോ മറ്റുള്ള കാര്യങ്ങളോ, ഇപ്പോൾ നമ്മൾ ക്യാഷ് അയച്ചു കഴിഞ്ഞാൽ ബാങ്ക് നമുക്ക് അയക്കുന്ന മെസ്സേജുകളോ ഒന്നും ഇപ്പോഴും നമുക്ക് പൂർണ്ണമായി വന്ന് തുടങ്ങിയിട്ടില്ല. എന്തായാലും ആ ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ വീണ്ടും ബാങ്കിനെ കോൺടാക്ട് ചെയ്യും. തീർച്ചയായിട്ടും ഈ ഒരു സീരീസിൻ്റെ വീഡിയോ, ഒരു 4-5 വീഡിയോ ഈ കാര്യത്തിൽ ഞാൻ അഭിപ്രായങ്ങൾ പറയുന്നു. പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ആളുകൾ പറയുമ്പോൾ അതിനനുസരിച്ച് നമുക്കത് ക്ലാരിറ്റി ചെയ്യേണ്ട കാര്യമുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചെയ്തു എന്ന് മാത്രം. തീർച്ചയായിട്ടും കൂടുതൽ അപ്ഡേറ്റ്സ് ഉണ്ടാകുമ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസുമായിട്ട് വീണ്ടും വരും കേട്ടോ. ഓക്കെ, മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.